ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെയൊക്കെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാതെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയില്ല എന്നൊക്കെ. അപ്പോൾ അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ തന്നെ ശരിക്കും ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാം. 1-2 മിനിറ്റ് മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബട്ടർ പേപ്പറിൻ്റെ അതേ എഫക്റ്റിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ബേക്കിംഗ് ട്രേ ആണെങ്കിലും പ്രഷർ കുക്കറിനകത്ത് വേറെ ഏതെങ്കിലും പാത്രത്തിനകത്ത് വെച്ച് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഈ ബട്ടർ പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. നല്ല സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബട്ടർ പേപ്പർ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന A4 ഷീറ്റിൻ്റെ പേപ്പറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ബേക്കിംഗ് ട്രേ ആണോ ഉപയോഗിക്കുന്നത് ആ ട്രേയുടെ ബേസിൽ വരുന്ന അളവിൽ നിങ്ങളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് ട്രേ ആണെങ്കിലും അതുപോലെ തന്നെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും സ്റ്റീലിൻ്റെ ബൗളോ ഗ്ലാസിൻ്റെ പാത്രം ഏതാണെങ്കിലും അതിൻ്റെ ബേസ് നമ്മളൊന്ന് അളന്നെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏത് ട്രേ ആണോ ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് കമഴ്ത്തിയതിന് ശേഷം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബേസിൽ വെച്ചിട്ട്, ഈ പേപ്പർ ബേസിൽ വെച്ചിട്ട് ഒന്ന് നിങ്ങൾ റൗണ്ട് ചെയ്ത് പെന്നുകൊണ്ട് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അളവിൽ ഇതുപോലെ മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേപ്പറാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർ ചെയ്തിട്ട് ഈ ബേസിൽ വെച്ച് ഇതുപോലെ റൗണ്ട് ചെയ്തും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇനി ബട്ടർ പേപ്പർ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉരുക്കി എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് സമയമായിട്ടുള്ള പുറത്ത് വെച്ചിട്ട്, അപ്പോൾ നന്നായിട്ട് ഉരുക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ബട്ടർ പേപ്പർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അതുപോലെ നെയ്യൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഫ്ലേവർ ആ പേപ്പറിനകത്തോട്ടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നെയ്യും അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലത് ഇതുപോലെ ബട്ടറോ അതല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇതിൻ്റെ ബേസിലായിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ബട്ടർ പേപ്പർ ഈ ഒരു സൈഡിൽ കൂടി വരുന്ന രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ഭാഗത്ത് കൂടി ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ മുഴുവൻ ഭാഗത്തും വരുന്ന രീതിയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നുകിൽ സ്പൂൺ വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ബട്ടർ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ബട്ടർ ശരിക്കും ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ വരുന്ന രീതിയിൽ, കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ഈ സ്പൂണിൻ്റെ പിറകുവശം വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത്, ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ബട്ടർ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവൻ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്ന അതേ എഫക്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലുള്ള A4 ഷീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ വലിയ ബേക്കിംഗ് ട്രേ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ കറക്റ്റ് അളവിൽ അതിൻ്റെ ബേസിലൊന്ന് ശരിക്കും ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ A4 ഷീറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാക്സിമം കണ്ടില്ല ഈ ഒരു സൈസിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബേക്കിംഗ് ട്രേയുടെ അളവ് വളരെ വലുതാണെങ്കിൽ, അപ്പോൾ ഏകദേശം കണ്ടില്ല ഈ ഒരു അളവിലല്ലേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന ഈ ഭാഗം നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് അളന്നിട്ട് ബാക്കി ആ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത പീസ് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ചെയ്ത അതേ രീതിയിൽ തന്നെ ബട്ടർ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള പേപ്പറാണിത്. ശരിക്കും നമുക്ക് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് ബട്ടർ പേപ്പർ ഇല്ല എന്നാണെങ്കിൽ, ഇപ്പോൾ ചില സമയത്ത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ശരിക്കും നല്ല എളുപ്പമാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.